ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് നസം മുജസ്സെ പഹ്ലീസി മുഹബ്ബത്ത് എന്ന നസമിന്റെ തശ്രീഹ്, അതിലുള്ള ആശയങ്ങൾ, അതിൽ കവി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ എന്താവുന്നതാണ്, അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ നസം മുജസ്സെ പഹ്ലീസി മുഹബ്ബത്ത് ആരുടെയാണ്? മഷൂർ ഷായർ, വളരെ പ്രസിദ്ധനായ കവി ആരാണ്? ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഷാഹ്കാർ നസം ഹേ. എന്താണ് ഷാഹ്കാർ എന്ന മാസ്റ്റർ പീസ് അല്ലെ? മാസ്റ്റർ പീസ് പറഞ്ഞാൽ ഉത്കൃഷ്ട സൃഷ്ടിക്കാണ് എന്താ പറയാ? പീസറാണ് സൃഷ്ടി അല്ലെ? ഉത്കൃഷ്ട സൃഷ്ടിക്കാണ് എന്ത് പറയാ? മാസ്റ്റർ പീസ് എന്ന് പറയാ. അതായത് ഉറുദുവിൽ ഷാഹ്കാർ എന്ന് പറയും, അല്ലെങ്കിൽ ഷാഹ്കാർ അഫ്സാന, ഷാഹ്കാർ നസം, ഷാഹ്കാർ നോവൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. ഇവിടെ തന്നെ നസം ആയതുകൊണ്ട് നമ്മൾ നസം ചേർത്തു. അപ്പൊ പറഞ്ഞു വരുന്നത് നസം മുജസ്സെ പഹ്ലീസി മുഹമ്മദ് മേരി മെഹബൂബ് മാങ്ക മഷൂർ ഷായർ ഫൈസ് അഹമ്മദ് ഫൈസ് കി 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 ഫൈസിന്റെ എന്താണ്? ഷാഹ്കാർ നസം ഹേ. അടുത്തത് യേ നസം नज़म ये एंटे गूगल मीट अपडेट ചെയ്തു നോക്കാം. ये नज़म शायर के माजी हाल और मुस्तकबिल पर मुश्तमिल है അല്ലേ? മുസ്തഖ്ബിൽ पर मुश्तमिल है എന്ന് പറഞ്ഞാൽ എന്താണ് തസ്നിയ? ഈ നസം എന്താണ്? ഷായറിന്റെ ഭൂതവും വർത്തമാനവും ഭാവിയും ഉൾപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഷായറിനെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഷായറിന്റെ പഴയ കാലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മൂപ്പരുടെ അവസ്ഥ നമുക്ക് എന്ത് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ഭാവിയിൽ മൂപ്പർ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? യേ നസം ഷായർ കെ മാസി हाल और मुस्तकबिल पर मुश्तमिल है എഴുതി അല്ലേ? അടുത്തത് പഹലെ മിസ്രായ में ही शायर इस नज़म का निचोड़ पेश करते हैं. എന്താണ്? പഹലെ ഞാനിക്ക് സാറ് എഴുതണമെന്ന് കാണാൻ ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടോളാം കേട്ടോ. ഓക്കെ. पहले मिसरे में ही ആയത്തെ മിസ്രയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആയത്തെ മിസ്ര ഏതാണ്? മുജസ്സെ പഹ്ലീസി മുഹബ്ബത്ത് മേരി മെഹബൂബ് അല്ലെ? അതെന്താണ്? ഈ നസമിന്റെ എന്താണ്? ഷായർ ഇസ് നസം മേ ഹി ഷായർ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ് നസം കി ഈ നസമിന്റെ എന്ത് അവതരിപ്പിക്കുന്നുണ്ട്? നിച്ചോട്. എന്താ നിച്ചോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നിച്ചോടിനെന്ന് പറയുന്നതാണ് നിച്ചോട് പേഷ് കർത്തേ ഹേ. എന്താണ്? പേഷ് കർത്തേ ഹേ. ഇത് കുട്ടികൾ എന്തേലും എഴുതോ? അങ്ങനെ മതി. പേഷ് കർത്തേ കർണാട്ടോ കർത്തേ ഹേ. പേഷ് കർത്തേ ഹേ ട്ടോ. പേഷ് करते हैं. ओके, പേഷ് കർത്തേ ഹേ എന്ന് പറഞ്ഞ നിച്ചോട് എന്ന് പറഞ്ഞാൽ ഹുലാസ, അതിന്റെ സംഗ്രഹം, അതിന്റെ സത്ത. നിച്ചോടന എന്ന് പറഞ്ഞാല് ഉറുദുവിൽ നിച്ചോടന എന്ന് പറഞ്ഞാല് നമ്മൾ പറയല്ലോ ഫൽ നിച്ചോടന, ഫലം എന്ത് ചെയ്യാ? നിച്ചോടന എന്ന് പറഞ്ഞാല് അതിന് പിഴീന എന്ന് പറയാ. അപ്പോ ഈ ഷായറി നസമിന്റെ നിച്ചോട്, അതിന്റെ സത്ത, അതിന്റെ മഹാസില് ഹുലാസ എവിടെ അവതരിപ്പിക്കുന്നുണ്ട്? ആദ്യത്തെ മിസ്രയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. ഷായർ ഇസ് നസം കി നിച്ചോട് ആദ്യത്തെ മിസ്രയിലിനെ എന്ത് ചെയ്യേണ്ടത്? അവതരിപ്പിക്കുന്നുണ്ട്. और बाकी तमाम अशार में और बाकी तमाम
अशआर में उस पर तफसील से रोशनी डालती है, उस पर तफसील से എന്ന് പറഞ്ഞാണ് അറിയോ തഫ്സീൽ സെ വിശദമായിട്ട് അല്ലെ തഫ്സീൽ സെ रोशनी डालते हैं എന്ന് പറഞ്ഞാൽ എന്താണ് रोशनी डालते हैं എന്ന് പറഞ്ഞാൽ വിവരിക്കുക അല്ലെ വെളിച്ചം വീശുക എന്ന് പറഞ്ഞാല് ബാക്കി എല്ലാ വരികളിലും ഇസ്പർ പറഞ്ഞ ഏതില് മുജിസ പാലിസി മുഹബത്ത് മേരി മഹബൂബിനെ മാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ചോദിച്ച ഇങ്ങനെയാണ് എന്താണ് മുജിസ പാലിസി മുഹബത്ത് മേരി മഹബൂബിനെ മാങ്ക് ഇങ്ങനെ ഇത് എന്തുകൊണ്ട് ഷായർ തന്റെ കാമുകിയോട് ഇങ്ങനെ പറയണോ പറയാൻ എന്നോട് നിന്ന് പ്രതീക്ഷിക്കരുത് എന്തുകൊണ്ട് പറയണു എന്നാ ചോദ്യം. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം എന്താണ് ഇപ്പൊ ഷായറിന് അതിന് ഉത്തരം നമുക്ക് പിന്നെ തുറന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ എന്താ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് നോക്കാം. നസം മുജിസെ പാലിസ് മുഹബത്ത് മേരി മഹബൂബിനെ മാങ്ക് എന്നുള്ളത് മഷൂർ ഷായർ ഫൈസ് അഹമ്മദ് ഫൈസ് की शाहकार नज़म है ഒന്ന് കിട്ടിയില്ലേ. പിന്നെ ഈ നസം എന്താണ് നമ്മൾ ചോദിച്ചത് ഷായർ के माजी और हाल और मुस्तकबिल पर मुश्तमिल है. ഈ നസം എന്താണ് ഷായറിന്റെ മാസിയും അതുപോലെ തന്നെ ഹാലും അതുപോലെ തന്നെ ഭാവിയും ഉൾപ്പെട്ടതാണ് അല്ലെ മുസ്തമിൽ ഹെ. പഹലെ മിസ്രമേ ആദ്യത്തെ മിസ്രയിൽ തന്നെ എന്ത് ചെയ്യുന്നു ഷായർ ഇസ് നസം की നിച്ചോട് ഷായർ ഈ നസമിന്റെ എന്താ നിച്ചോട് സംഗ്രഹം എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു. ബാക്കി തമാം അഷാരം ശേഷിക്കുന്ന എല്ലാ വരികളിലും എന്ത് ചെയ്യുന്നു ഉസ്പർ തഫ്സീൽസ് എന്ന് പറയുന്നതാണ് വിശദമായിട്ട് അല്ലെ ഡീറ്റെയിലി എന്താണ് ഡീറ്റെയിൽ പറഞ്ഞാണ് വിശദമായിട്ട് എന്ത് ചെയ്യുന്നു രോഷിൻ ഡാൽത്തെ എന്ന് പറഞ്ഞാല് വിവരിക്കുകയും ചെയ്യുന്നു അല്ലെ ഏതിനെ കുറിച്ചിട്ട് ആ മുസ്തഫ അലീസി എന്തുകൊണ്ട് മൂപ്പര് പറഞ്ഞു അങ്ങനെ അല്ലെ. അടുത്ത വരിയില് ഷായർ അപ്നി മെഹബൂബ സെ മുഖാത്തബ് ഹോക്കർ കഹത്തെ ഹെ. ഷായർ ഇവിടെ ആരോടാണ് പറയണത് ഷായർ അപ്നി മെഹബൂബ സെ मुखातब होकर कहते हैं അല്ലെ. ഷായർ എന്ത് ചെയ്യുന്നു തന്റെ കാമുകിയോട് അഭിമുഖീകരിച്ച് മുഖാത്തബ് ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് അഭിമുഖീകരിക്കും അല്ലെ. അഭിമുഖീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു അഭിസംബോധന ചെയ്യാണ് എന്താണ് ഞാന് കെ പഹലെ ജൈസി മുഹബത്ത് അബ് മുജ്സെ തവഖ്ഖു ന കിയാ കർ എന്താണ് പഹലെ ജൈസി പഹലെ ജൈസി എന്ന് പറയുന്നതാണ് മുമ്പത്തെ പോലോത്ത മുഹബത്ത് അബ് മുജ്സെ തവഖ്ഖു ന കിയാ കർ. എന്താ പറയണത് പഹലെ ജൈസി മുഹബത്ത് അബ് മുജ്സെ തവഖ്ഖു ന കിയാ കർ എന്ന് പറഞ്ഞ എന്താണ് മുമ്പത്തെ പോലത്തുള്ള മുഹബത്ത് അബ് മുജ്സെ തവഖ്ഖു കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം അല്ലേ. തവഖ്ഖു കർണ എന്ന് പറഞ്ഞാല് പ്രതീക്ഷിക്കുക. തവഖ്ഖു ന കിയാ കർ നമ്മൾ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഇവിടെ മാസി വന്നിട്ട് അമ്പർ വന്നിക്കണത് അല്ലേ. നമ്മൾ പറഞ്ഞ സ്ഥിരമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കേ വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഏക്ക് ജമാനാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ജബ് ദുനിയാവു മാഫിഹ സെ ഗാഫിൽ. ദുനിയ നേരെ ഇതൊരു പുതിയ വാക്കാട്ടോ. ദുനിയ ഓ മാഫിഹ ദുനിയ മാഫിഹ സെ മാഫിഹാട്ടോ എന്നാൽ ഇങ്ങനെയാണ് കേട്ടോ മാഫിഹ എന്ന് പറഞ്ഞാൽ ലോകം അതിലുള്ളതിൽ നിന്നും ലോകത്തിൽ നിന്നും മൊത്തം എന്ത് ചെയ്തു ഗാഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കാതെ അശ്രദ്ധനായിട്ട് അതായത് ദുനിയാവിന് ഒട്ടും ശ്രദ്ധിക്കാതെ തേരെ ഹുസ്നോ ജമാൽ മേ ഖോ ജാതാ താ. തേരെ ഹുസ്നോ പറഞ്ഞാണ് ഹുസ്നോ ജമാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹുസ്നോ ജമാൽ എന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ സൗന്ദര്യത്തില് ഞാനും എന്ത് പറയുന്നു ലയിച്ചിരുന്നു. ഫന ഹോതാത്ത എന്ന് പറഞ്ഞാല് ലയിക്കുമായിരുന്നു. അപ്പൊ ഷായർ അപ്നി മെഹബൂബ से मुखातब होकर कहते हैं कि पहली जैसी मोहब्बत अब मुझसे तवक्को न किया कर. एक जमाना था जब मैं दुनिया माफी से गौफिल तेरे हुस्न जमाल में फना होता था. പിന്നെ ഓർ തേരെ ദിൽറുബ ഫന ഹോന എന്ന് പറയുന്നത്
ഓർ ഓർ എവിടെ തെരെ ദിൽറുബ അദാവോം പർ തെരെ ദിൽറുബ ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചോളൂ ദിൽറുബ അദാവോം പർ അദാവോം പർ അദാവോം പർ മർമിട്ട് താത്ത എന്താണ് മർമിട്ട് താത്ത മർമിട്ടിന എന്ന് പറഞ്ഞാൽ എന്താണ് മിട്ടത്താ താ മർമിട്ട് താത്ത തെരെ ദിൽറുബ എന്ന് പറഞ്ഞാൽ മനമയക്കുന്ന ചേഷ്ടികളിൽ ഞാൻ എന്തായിരുന്നു മർമിട്ടിന എന്ന് പറഞ്ഞാൽ ലയിക്കുമായിരുന്നു അതിൽ ഞാൻ എന്തായിരുന്നു മർമിട്ടിന എന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തില് അതേ ഒരു സ്ഥാനത്തിൽ നമ്മൾ എന്താ ലയിച്ചു പോകുമായിരുന്നു അതിന് നമ്മൾ എന്താ പറയുക മർമിട്ടിന എന്ന് പറയട്ടോ മർമിട്ട് താത്ത എനിക്ക് സമാനാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഓർമ്മിക്കണേ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ പറയാറില്ലേ അത് സമാന ബുസർക്കായ ഒക്കെ പറയാറില്ലേ അപ്പൊ അങ്ങനെ പറയണ എന്താ പറയാ ഇങ്ങനെ പിന്നെ ഇത് ചെയ്ത അപ്പൊ ഒന്നുകൂടി നോക്കി ഷായർ अपनी महबूबा से मुखातब होकर कहते हैं ഷായർ തന്റെ കാമുകിയോട് അഭിമുഖീകരിച്ചിട്ട് എന്ത് പറയുന്നു ഓക്കെ പഹലെ ജൈസി മുഹബത്ത് अब मुझसे तवक्को न किया कर മുമ്പത്തെ പോലത്തെ പ്രണയം എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത് പ്രതീക്ഷിക്കരുത് एक जमाना था ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജബ് മേ ദുനിയ മാഫിഹാ സെ ഗാഫിൽ എന്ന് പറഞ്ഞാൽ അറിയോ അന്തം വിട്ടിട്ട് ലോക എന്താണ് ഒരു ലോകത്തെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ദുനിയ മാഫിഹ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ളതിൽ നിന്നും ഒക്കെ ഗാഫിലാണല്ലോ അശ്രദ്ധനായിട്ട് ദുനിയാവോ മാഫിഹ ഗോഫിൽ തെരെ ഹുസ്നോ ജമാലിനെ എന്ത് ചെയ്യുമായിരുന്നു ഫനാ ഹോത്താത്ത ഞാൻ എന്റെ ഹുസ്നോ ജമാലിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ലയിക്കുമായിരുന്നു പിന്നെ ഓർ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു തെരെ ദിൽറുബ അദാവോം പർ മർമിട്ടാത്ത എന്റെ നിന്റെ മനമയക്കുന്ന ശ്രേഷ്ഠകളിൽ ഞാൻ എന്തുമായിരുന്നു ലയിക്കുമായിരുന്നു മരിക്കുമായിരുന്നു ഞാന് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു മാത്രമോ യഹാൻ തക്ക് എത്രത്തോളം ചോദിച്ചാൽ യഹാൻ തക്ക് എത്രത്തോളം ചോദിച്ചാൽ യഹാ തക്ക് ഉസ് വക്ത് മേനെ സമझाता उस वक्त मैंने समझाता ഞാൻ കരുതിയിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു കരുതിയിരുന്നു എന്തെന്നാൽ അഗർ അഗർ तेरी फिक्र है तो तेरी फिक्र है तो गमे दुनिया से निपटा पाऊंगा गमे दुनिया से निपटा പാവുക പിന്നെന്താണ് യഹാന്തൊക്കെ എത്രത്തോളം ചോദിച്ചാൽ ഉസ് വക്ത് ആ സമയത്ത് മേനെ ഞാന് സംജാത്ത ഞാൻ എന്ത് ചെയ്ത് കരുതിയിരുന്നു ഞാന് കരുതി എന്തെന്നാൽ അഗർ തെരി ഫിക്ർ ഹേത്തോ നിന്നെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് ചിന്തകൾ ഉണ്ടെങ്കിൽ ഗൊമേ ദുനിയാസി നിപ്ടാന എന്ന് പറഞ്ഞാൽ ഡീൽ ചെയ്യുക എന്ന് പറയാ അതിന് തീർക്കുക എന്ന് പറയാ നിപ്പട്ടിന എന്ന് പറഞ്ഞാൽ തീരുക നിപ്ടന എന്ന് പറഞ്ഞാല് തീരുക എന്നാണ് അർത്ഥം നിപ്ടാന എന്ന് പറഞ്ഞാലോ തീർക്കുക എന്നാണ് അർത്ഥം നിപ്റ്റാ പാവം പറഞ്ഞാൽ തീർക്കാൻ എന്താവുന്നതാണ് സാധിക്കുന്നതാണ് അതായത് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകള് അല്ലെങ്കിൽ ദുഃഖങ്ങള് അതൊക്കെ എന്താവുന്നതാണ് നിന്റെ ചിന്തയിലൂടെ എന്താവുന്നതാണ് ഇല്ലാതായി തീരുന്നതാണ് അതായത് നിന്നെ കുറിച്ച് ചിന്തകൾ ഉണ്ടെങ്കിൽ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകളെ കുറിച്ച് ഞാൻ എന്താവുന്നതാണ് ഇല്ലാതായി തീരുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ അഗർ തെരി ഫിക്ർ ഹേ തോ ഹമേ ദുനിയാ സെ നിപ്റ്റാ പാऊंगा പിന്നെ और इस दुनिया में तेरे दम से എന്ന് പറയുന്നത് നീ കാരണം കൊണ്ടാണ് तेरे दम से बहार वजूद में आई बहार വജൂദ് മേ ആയി ഞാൻ അതൊക്കെ ഞാൻ എന്തുമായിരുന്നു കരുതിയിരുന്നത് ഞാൻ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒക്കെ ഇവിടുത്തെ പോകട്ടോ ഉസ് വക്ത് ആ കാലഘട്ടത്തിൽ മേനെ സംജാത്ത ഞാൻ എന്ത് ചെയ്തു കരുതിയിരുന്നു അഗർ തേരി ഫിക്ർ ഹേത്തോ നിന്നെ കുറിച്ച് ചിന്തകൾ ഉണ്ടെങ്കിൽ ഒമേ ദുനിയാസി നിപ്റ്റാ പാവുക ദുനിയാവിലുള്ള മറ്റുള്ള ദുഃഖങ്ങൾ ഉണ്ടാവില്ല ആ ദുഃഖങ്ങളൊക്കെ ഞാൻ എന്താവുന്നതാണ് ഇല്ലാതാക്കാന് ഡീൽ ചെയ്യാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ എന്തുണ്ടായിരുന്നു ഈ ദുനിയാവിന്റെ തെരെ ദംസെ ബഹാറും വജൂദിമേ ആയി എന്താണ് ഞാൻ ഇങ്ങനെ കരുതിയിരുന്നു ആയെത്തി
അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഈ ദുനിയാമെ തേരെ ദംസെ ബഹാർ വജൂദിനായി, പിന്നെ ബഹാർ വസന്തം നിലവിൽ വന്നിരിക്കുന്നത്. വജൂദിനെ ആന എന്ന് പറഞ്ഞാല് ടു എക്സിസ്റ്റന്റ് എന്ന് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാല് നിലവിൽ വന്നിരിക്കുന്നത് ഈ ദുനിയാവില്. പിന്നെ ബഹാർ എന്ന് പറഞ്ഞാൽ വസന്തം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ കാരണം കൊണ്ടാണ് വസന്തം വന്നിരിക്കുന്നത് എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് ആകെ कहता है आगे कहता है कि मुझे लगता है, എനിക്ക് തോന്നുന്നു ആകെ कहता है. ഷായർ പിന്നെ ആകെ തുടർന്ന് പറയുന്നു എന്ത്? മുझे लगता है, मुझे लगता था, അന്നൊക്കെ എനിക്ക് മുझे लगता था, എനിക്ക് തോന്നിയിരുന്നു. तू अगर मेरे पास हो, तो तकदीर भी मेरे साथ देंगी. तकदीर भी मेरे साथ देगी. ആകെ कहता है തുടർന്ന് പറയുന്നു कि मुझे लगता है, എനിക്ക് തോന്നിയിരുന്നു, ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു. എന്ത് തോന്നിയിരുന്നത്? അഗർ മേരെ പാസ് തൂ അഗർ മേരെ പാസ് ഹോത്തോ, നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിലേ തക്ദീർ ബി, വിധി പോലും എനിക്ക് എന്താവുന്ന എന്റെ ഒപ്പം കൂടും. എന്താണ് എന്റെ ഒപ്പം സാധു നേരം എന്ന് പറഞ്ഞാല് എന്റെ പിന്നാലെ ഉണ്ടാവും. തക്ദീർ എന്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാല് തക്ദീർ പോലും എന്താവുന്നതാണ്? എനിക്ക് അനുകൂലമായിട്ട്, വിധി എനിക്ക് അനുകൂലമായി തീരും. സാധു ദേന എന്ന് പറഞ്ഞാല് ഒപ്പം കൂടുക. എന്തായാലും കൃത്യമായിട്ട് പറയാം. ആകെ कहता है मुझे लगता था तू अगर मेरे पास हो तो, നീ എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ തക്ദീർ ബി മേരെ സാത്ത് ഹോ ദേഗി, തക്ദീറും വിധിയും എനിക്ക് എന്താവുന്നതാണ്? അനുകൂലമായിരിക്കുന്നതാണ്, എന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഞാൻ എന്തുമായിരുന്നു? കരുതിയിരുന്നു. പിന്നെ അപ്പോ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്തു? തശ്രീഹ് പറഞ്ഞു അല്ലേ? ഇതെന്ത് ചെയ്തു? ഏതുവരെ? ഈ ഫസ്റ്റത്തെ അല്ലേ എന്താണ്? യൂനത്ത അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ളതിന്റെ എല്ലായും തശ്രീഹാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ നസം മുझसे पहले से मोहब्बत मेरी महबूब ने मांग मशहूर शायर फैज अहमद फैज की शाहकार नज़म है അല്ലേ? അത് മനസ്സിലായി. ഈ നസം ഷായറിന്റെ എന്താണ്? മാസി, ഹാൽ और മുസ്തഖ്ബിൽ पर മുഷ്തമിൽ है. അത് നമുക്ക് മനസ്സിലായി. പിന്നെ ആദ്യത്തെ മിസ്സലയിൽ തന്നെ ഷായർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഷായർ ഇസ് നസം की निचोड़ पेश करते हैं അല്ലെ? ബാക്കിയുള്ള ഷായറുകൾ എന്ത് ചെയ്യുന്നത്? ഈ ഒന്നാമത്തെ മിസ്രയിൽ പറഞ്ഞ കാര്യത്തെ വിശദമായിട്ട് മൂപ്പർ എന്ത് ചെയ്യാണ്? തഫ്സീൽ സെ വിശദമായിട്ട് എന്ത് ചെയ്യാണ്? രോഷനി ഡാൽത്തെ എന്ന് പറഞ്ഞാൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞു. ഷായർ അപ്പിനി മെഹബൂബ മുഖാത്തബ് ഹോക്കർ कहता है, ഷായർ തന്റെ കാമുകിയോട് അഭിമുഖീകരിച്ച് പറയുകയാണെന്ത്? പഹലി ജഹസി മുഹബ്ബത് മുജ്സെ തവഖുന്ന കിയാ കർ, ആദ്യത്തെ പോലത്തെയുള്ള പ്രണയം നീ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? പ്രതീക്ഷിക്കരുത്. एक जमानाത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജമ്മേ ദുനിയാവും മാഫിഹാസ ഗാഫിൽ, ലോകവും അതുപോലെ ലോകത്തു നിന്ന് ഫുള്ള് അശ്രദ്ധനായിട്ട് നിന്റെ ഹുസ്നോ ജമാലിന് ഞാൻ എന്തുമായിരുന്നു? ഫനാ ഹോത്താത്ത, ലയിക്കുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞാൻ ചെയ്യുക, അന്നത്തെ എന്റെ അവസ്ഥ എന്തായിരുന്നറിയോ? തേലെ ദിൽ റുബ എന്ന് പറഞ്ഞ മനം മയക്കുന്ന അധാവവും പർ ചേഷ്ടികൾ ഞാൻ എന്ത് ചെയ്യും? മറുമിട്ട് ചെയ്യുമായിരുന്നു. എത്രത്തോളം ചോദിച്ചാല് ഉസ് വക്ത് മേനെ സംജാത്ത, ആ കാലഘട്ടം ഞാൻ കരുതിയിരുന്നു അതൊരു തേരി ഫിക്കർ ഹേത്തോ കൊമ്മേ ദുനിയാസെ നിപ്ടാപ്പാവുക, നിന്നെ കുറിച്ച് ചിന്തകൾ ഉണ്ടെങ്കിൽ ദുനിയാവിലുള്ള മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ജോലി അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ എന്താവുന്നതാണ്? ഇല്ലാതാക്കും. അതൊക്കെ ഞാൻ എന്താവുന്ന നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതിയിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ദുനിയാമേ തേരെ ദംസെ ബഹാറോം വജൂദ് മേ ആയി തീ, അത് ഞാൻ കരുതിയിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? നീ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബഹാർ ദുനിയാവിൽ വജൂദിന്റെ ആന എന്ന് പറഞ്ഞാൽ നിലവിൽ വരിക, ബഹാർ പറഞ്ഞ വസന്തം നിലവിൽ വന്നത് എന്ത് കാരണം കൊണ്ടാണ്? തേരി ദംസ്, നിന്റെ കാരണം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കരുതിയിരുന്നു. പിന്നെ അടുത്ത മൂപ്പര് പറയണെന്ന് ചോദിച്ചാല് ആകെ കാത്ത, തുടർന്ന് പറയുന്നു മുझे लगता था, അന്ന് എനിക്ക് തോന്നുമായിരുന്നു, തൂ അഗർ മേരെ പാസ് ഓത്തോ, നീ എന്റെ അടുത്തുണ്ടായിരിക്കും, തക്ദീർ ബി മേരെ സാത്ത് ദേഗി, വിധിയും എനിക്ക് അനുകൂലമായിരിക്കും, നീ വിധിയും എന്റെ ഒപ്പം നിൽക്കും എന്ന് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ പ്രതീക്ഷിച്ച് കരുതിയിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതെന്താണ്? തസ്നി, ഇത് മാസി, ഇത് ഷാറിന്റെതാണ് മാസി അല്ലെ? മാസി. ഇതിന് അപ്പൊ ഇത് ഇവിടെ എന്താ പറയണത്? ഇവിടെ തശ്രീ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിനെന്താ പറയണത്? യഹാൻ ഷായർ
ഇവിടെ ഷായർ ആരാണ്? യഹാൻ ഷായർ ആരാണ്? ശബാന ഏക് നാദാൻ, ഏക് നാദാൻ, നാദാൻ പറഞ്ഞാണ് നാദാൻ, നാദാൻ ഖദർദാൻ പറഞ്ഞാണ് ഗോദാൻ, ഗോദാൻ കേട്ടുക? ഗോദാൻ ആരുടെ നോവല? അങ്ങനെ ഏക് ഷായർ പ്രേമചന്ദ്രന്റെ. യഹാൻ ഷായർ, ഗോദാൻ പറഞ്ഞാണ് പശുക്കളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളില്ലേ, പശുക്കാരന്. അപ്പൊ ഗായ് എന്ന് പറഞ്ഞാല് പശു അല്ലെ. അപ്പൊ യഹാൻ ഷായർ ഏക് നാദാൻ, നാദാൻ പറഞ്ഞാണ് ഒന്നും അറിയാത്ത അല്ലെ, അറിയാത്ത ആഷിഖ് കി സൂറത്ത് മേ, സൂറത്ത് പറഞ്ഞാണ് രൂപത്തിൽ ഇല്ലേ, ഒരു ഒന്നും അറിയാത്ത ഒരു കാമുകന്റെ രൂപത്തിൽ എന്ത് ചെയ്തു? നമോദാർ ഹോത്താ ഹേ എന്ന് പറഞ്ഞാണ്. നമോദാർ, നമോദാർ ഹോന എന്ന് പറഞ്ഞാണ് നമോദാർ ഹോത്താ ഹേ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. നമോദാർ ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നേരെ ശ്രദ്ധിച്ചോളൂ. നമോദാർ ഹോന എന്ന് പറഞ്ഞാല് പ്രത്യക്ഷപ്പെടുക കേട്ടോ, പ്രത്യക്ഷപ്പെടുക, പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഫസ്റ്റത്തെ അഞ്ച് മിസ്രയിൽ 4 മിസ്രയില് കവി എന്താ പറയണത്? എന്തായിട്ട് വരുന്നത്? യഹാ ഷായർ ഏക് നാദാൻ ആഷിഖ് കി സൂറത്ത് മേ നമോദാർ ഹോത്താ ഹേ. എന്നിട്ട് തുടർന്നോ? നമോദാർ ഹോത്താ ഹേ. എങ്ങനത്തെ ഷായർ എന്നറിയോ? ജിസ്കെ ജിസ്കെ സർപ്പർ, ജിസ്കെ സർപ്പർ इश्क का भूत सवार है, इश्क का എന്ന് പറഞ്ഞാണ്. ഇഷ്ക് കാ ഭൂത് സവാർ ഹെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം, പെട്ടെന്ന്. ഭൂത് സവാർ ഹെ, സവാർ എന്ന് പറഞ്ഞാണ് സവാർ. ജിസ്കെ സർ പർ നോയിക്കോട്ടോ, ജിസ്കെ സർ പർ ഇഷ്ക് കാ ഭൂത് സവാർ ഹെ എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? പിന്നെ എന്താണ്, പിന്നെ അദ്ദേഹത്തിന്റെ തലയില് പ്രണയത്തിന്റെ ഭൂതം എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തിയിരിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം. സവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യാൻ സവാരി എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അതിന്റെ അർത്ഥം. അതാണ് ഉദാഹരണം. പിന്നെ ഷബാനയ്ക്ക് സർപ്പർ എന്താണ്? ഇംതിഹാൻ കബൂദ് സവാർ ഹേ എന്ന് പറഞ്ഞ എന്താണ്? ഷബാനിനെ എന്ത് ചെയ്തു? പിന്നെ ഇംതിഹാൻ എന്നുള്ള ആ ചിന്ത എന്ത് ചെയ്തു? അവളെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി എന്നാണ് അതിന്റെ കൊണ്ടുള്ള അർത്ഥം അല്ലെ. അതായത് വേറെ ചിന്ത അവൾക്ക് വേറെ ഒന്നുമില്ല. അതേമാതിരി ആ കാലഘട്ടത്തില് പിന്നെ നമ്മളെ ഷായറിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന് ജിസ്കെ സർപ്പർ, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം യഹാൻ ഷായരേക്ക് നാദാൻ ആഷിഖ് സൂറത്ത് മേ നമോദാർ ഹോത്താ ഹേ. പിന്നെ എങ്ങനത്തെ ആഷിഖ് എന്നറിയോ? ജിസ്കെ സർപ്പർ ഇഷ്ക് കാ ഭൂത് സവാർ ഹേ. പിന്നെ എങ്ങനത്തെ ആളായിരുന്നു? മഹബൂബ് കി ഷഖ്സിയത്ത്, മഹബൂബ് കി ഷഖ്സിയത്ത് എന്തായിരുന്നു? ഷഖ്സിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? शख्सियत, महबूब की शख्सियत, उसकी तबीयत पर, उसकी तबीयत, तबीयत പറഞ്ഞാണ് तबीयत पर पूरी तरह हावी हो गई है, पूरी तरह हावी हो गई है എന്ന് പറഞ്ഞാല് എന്താണ്? ഹാവി ഹോന എന്ന് പറയുന്നത് മഹബൂബിന്റെ കാമുകിന്റെ, മഹബൂബാക്കി ഷഖ്സിയത്ത്, മഹബൂബ എന്ന കാമുകിയുടെ ഷഖ്സിയത്തില്ലേ, വ്യക്തിത്വം അല്ലെ, പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ തൊബിയത്തർ മനസ്സിൽ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? ഹാവി ഹോന എന്ന് പറഞ്ഞാണ്. ഹാവി ഹോന ഡൊമിനേറ്റ് പറഞ്ഞാണ്. ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ എന്താണ്? കീഴ്പ്പെടുത്തുക അല്ലെ, കീഴ്പ്പെടുത്തുക. ഏതുമാതിരി കീഴ്പ്പെടുത്തുക എന്നാണ് ഹാവി ഹോന എന്ന് പറയാ. അപ്പൊ പറയല്ലേ ജസ്ബാത്ത് അപ്പനെ ഊപ്പർ ഹാവി ഹോനത് എന്ന് പറയാറില്ലേ നമ്മളത്? വികാരത്തിന് എന്ത് ചെയ്ത്? നീ അടിമപ്പെടുത്ത, വികാരത്തെ അന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. കാരണം വികാരം എന്തിനു നശിപ്പിക്കും? നമ്മളെ വിവേകത്തിൽ നിന്നാണ് നശിപ്പിക്കേണ്ടത്. നമ്മൾ പറയാറില്ലേ എന്താണ്? ജസ്ബാത്ത് ഹമാരി ഷൂർ കോ ബർബാദ് കർ ഡാൽത്തെ ഹേ അല്ലേ. അപ്പൊ നമ്മളെ ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? മൂപ്പരുടെ തൊബിയത്ത് പറഞ്ഞാൽ മൂപ്പരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ട് നീ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മനസ്സിൽ വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, മഹബൂബാക്കി ഷഖ്സിയത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. ഉസ്കി തൊബിയത്ത് പർ പിന്നെ ഷായർ കി ജിന്ദഗി മേ ഖുശ്, പിന്നെ ഷായർ കി ജിന്ദഗി മേ खुशियों गम महबूबा की महबूबा की अस्ती पर मुनहसर है. എന്താ മുൻഹസർ എന്ന് പറഞ്ഞാല് അറിയോ?
കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ ആവർത്തിക്കണോ? महबूबा की हस्ती पर मुनहसर है, മുൻഹസർ ഹെ. അപ്പൊ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഷാക്കി ജിന്ദഗി മേ ഖുഷിയും മഹബൂബാക്കി ദുഃഖവും സന്തോഷവും എന്താണ് മഹബൂബന്റെ എന്താണ് അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ്, എന്താണ് അദ്ദേഹത്തിന്റെ മഹബൂബാന്റെ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുഖവും സന്തോഷവും ഉള്ളത് എന്നാണ് മൂപ്പര് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? ഷാക്കി ജിന്ദഗി മേ ഖുഷിയും മഹബൂബാക്കി ഹസ്തി പർ മുനസർ ഹെ, അതായത് സുഖവും സന്തോഷവും എന്താണ് മഹബൂബന്റെ അസ്തിത്വമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയതാണ്. അതായത് മഹബൂബാനെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുഖവും ദുഃഖങ്ങളും ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോ എന്നിട്ട് അടുത്തോ ബഹാർ സെ लुत्फ उठाने और तकदीर निगुन होने के लिए महबूबा का होना, और तकदीर निगुन होने के लिए, तकदीर निगुन होने के लिए महबूबा का होना जरूरी സമജ്താ ഹെ എന്നാണ്. ബഹാർ വസന്തത്തെ ആസ്വദിക്കാനും അതുപോലെ തന്നെ വിധി അനുകൂലമാവാനും വിധി അദ്ദേഹത്തിന് മുമ്പിൽ തലകുനിക്കാനും വേണ്ടിയിട്ട് മഹബൂബ ഉണ്ടാവുക എന്നുള്ളത് എന്താണ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. ഓറും मुख्तसर यह के गर्ज यह के इब्तिदाई जमाने में शायर को अपनी महबूबा का सिवा कुछ नजर नहीं आता, यानी शायर को अपनी महबूबा के सिवा कुछ नजर नहीं आता, कुछ नजर नहीं आता और उनका और इश्क और ഇഷ്കോ ആഷിക്കി. ഇതിന്റെ മലയാളം നിങ്ങൾക്കാർക്കില്ല അറിയോ? ഇഷ്കോ ആഷിക്കിന്റെ ശബാന നമുക്ക് നല്ലൊരു മലയാളം പറഞ്ഞു തരട്ടെ. ഇങ്ങോട്ട് എന്താണ് ഇതാണോ? മീരല്ലേ? മീര സുധീരെ എന്താണ് എഴുത്തുകാരില്ലേ? മൂപ്പരന്ന് പിന്നെ ഇഷ്കോ ആഷിക്കിന് ഇതാണ് അർത്ഥം വെച്ചിരിക്കുന്നത്. ഞാനന്ന് ഒരിക്കലും ഗ്രൂപ്പിൽ കൂട്ടിയിരുന്നില്ലേ? ഇഷ്കോ ആഷിക്കി എന്ന് പറയുന്നത് लीलाविलास हटो. ये इश्क आशिकी उनका सबसे पसंदीदा मशअला हुआ करता था, सबसे पसंदीदा मशअला हुआ करता था. കഴിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ ഇഷ്കോ ആഷിഖ് പ്രണയം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും പസന്തീത എന്നാണ് ഫേവറേറ്റ് പിന്നെ ഹോബിയായിട്ട് ഫേവറേറ്റ് ഹോബി ആയിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ ഫേവറേറ്റ് പിന്നെ ജോലി മഷാലട്ടോ കുത്തുവാണം മഷാല ഹുവാക്കർത്താത്ത. അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ മൊത്തം 5 പേരുടെ മാത്രമാണ് ഇവിടെ നീങ്ങണത് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 5 പേര് 5 മിസ്രാന്റെ മാത്രമാണ് നമ്മളിപ്പോ നീക്കണത് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എഴുതിയല്ലേ?
आगे चलकर शायर को शूर आने लगता है. ഇതിപ്പോ ഏത് വരച്ചിട്ടാ യൂന ഹോജ അല്ലേ, യൂന ഹോജായ എന്നല്ലേ, എന്താണ് യൂനത്തെ ബസ് മേനെ ചാഹത്ത പക്കത്ത് യൂ ഹോജായ, അതുവരെ അതിന് മുമ്പ് വരെയുള്ള ഇവരുടെ അർത്ഥങ്ങളാണ് നമ്മൾ അധികണത് തശ്രീഹാണ് ഇവിടെ നമ്മൾ അധികണത് എഴുതിയിരിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ പറയാൻ പോണത് എന്നാണ് അതിന്റെ അപ്പുറത്തുള്ള ഷായറിന്റെ അതായത് തൊബിയത്തില് അദ്ദേഹത്തിന്റെ മനസ്സില് എന്ത് ചെയ്തു, ഒരു ജസ്ബാത്തി തബ്ദീലി ആകി അല്ലെ, എന്താണ് എമോഷണൽ ആയിട്ട് എന്തൊരു ചേഞ്ച് വന്നു, വൈകാരികമായിട്ടുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന്റെ പിന്നെ തൊബിയത്തിൽ മനസ്സിൽ എന്ത് സംഭവിച്ചു. അതിനെ തുടർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളാണ് ഇങ്ങനെയുള്ള വരികൾ നമ്മൾ പറയുന്നത് അല്ലെ. ആകെ ചൽക്കർ ഷായർക്കോ ഷൂർ ആനെ ലഗ്താഹെ, ഷായറിന് എന്ത് ചെയ്യുന്നു, പിന്നെ ഷൂർ ബോധം വരാൻ എന്ത് ചെയ്യുന്നു തുടങ്ങുന്നു. എന്നിട്ട് പറയണ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഷൂറും പിന്നെ എന്താണ് दुनिया में सिर्फ एक इश्क ही नहीं जो जिंदगी എന്താണ് ദുനിയാമേ ലോകത്ത് സിർഫ് ഏക് ഇഷ്ക് ഹി നഹി എന്ന് പറയുന്നതാണ്, ഇഷ്ക് ഹി നഹി, सिर्फ एक इश्क ही नहीं जो जिंदगी का सामान मुहैया कराता है, जिंदगी का जो जिंदगी का सामान मुहैया कराता है, എന്നാൽ ജോ ജിന്ദഗി കാ സാമാൻ മുഹയ്യ കരാത്ത ഹെ, അതാണ് ജീവിതത്തിന്റെ ഹേതുകമാകുന്നത് വേണ്ട സാധനങ്ങള്, അതായത് നിമിത്തങ്ങള് ഒരുമിച്ച് കൂടി തയ്യാറാക്കുന്നത് എന്തുമാത്രമല്ല, ഇഷ്ക് മാത്രം, സിർഫ് ഏക്ക് വെറും ഒരു ഇഷ്ക് പ്രണയം മാത്രമല്ല, എന്താണ് പിന്നെ ദുനിയാവിനെ ജീവിക്കാനുള്ള നമ്മളുടെ ഏതുകങ്ങൾ നിമിത്തങ്ങൾ ഉണ്ടാക്കി മുഹയ്യ കരാന എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, മുഹയ്യ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഹയ്യ കർണ എന്ന് പറഞ്ഞാല് പിന്നെ മുഹയ്യ കർണ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടുക, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒരുമിച്ച് കൊടുക്കുക. ഇംതിഹാനൊക്കെ സാമാൻ മുഹയ്യാക്കരായ എന്ന് പറഞ്ഞാൽ മുഹയ്യാക്കിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഇംതിഹാന് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു സജ്ജമാക്കി, ഡെസ്ക് ബെഞ്ച് പേപ്പറുകൾ പേന ഒക്കെ എന്ത് ചെയ്തു റെഡിയാക്കി അതിന്റെ അടുത്ത് അല്ലെ. അതേമാതിരി മുമ്പ് പറയാണ് ആകെ ചൽക്കർ ഷാർക്കോ ഷൂർ ആനെ ലഗ്താഹെ, ഷാറിന് എന്ത് ചെയ്യുന്നു ബോധം വരാൻ തുടങ്ങുന്നു അല്ലെ. എന്താണ് ദുനിയാമേ സിർഫ് ഏക് ഇഷ്ക് ഹി നഹി, ദുനിയാവിൽ വെറും എന്താണ് എന്തെല്ലാം വെറും ഒരു പ്രണയം മാത്രമല്ല, പ്രണയം മാത്രമല്ല, नहीं जो जिंदगी का सामान मुहैया कराता है, जिंदगी ജീവിതത്തിൽ വേണ്ട കാര്യങ്ങള് സജ്ജമാക്കുന്നത് ഇത് മാത്രമല്ല, ഇഷ്ക് മാത്രമല്ല മൂപ്പർ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു. और भी बहुत सारी चीजें हैं, और भी बहुत सारी चीजें हैं जिनसे सुकून मयस्सर आता है. എന്താണ് പിന്നെ ഇഷ്ക് മാത്രമാണോ നമ്മൾ സുക്കൂന് കിട്ടുക? അല്ല. और भी बहुत सारी चीजें, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ജിൻസെ, അതിലൂടെ നമുക്ക് എന്താണ് സുക്കൂൻ മയസ്സറാത്ത ഹെ, നമുക്ക് എന്താണ് നമുക്ക് സമാധാനം കിട്ടുന്ന മയസ്സറാനാണ് ലഭിക്കും അല്ലെ. സുക്കൂൻ മയസ്സറാത്ത ഹെ എന്ന് പറയുന്നത് സുക്കൂന് അതായത് ശാന്തി കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് മൂപ്പർ എന്ത് ചെയ്യാണ് മൂപ്പർക്ക് മനസ്സിലാകുന്നു. वो उसकी तवज्जो का മുൻതസർ ഹെ, മുൻതസർ ഹെ എന്ന് പറഞ്ഞാല്
वो भी उसकी तवज्जो चाहते हैं. वो भी വളരെ വട്ടി. और वो भी उसकी തവജ്ജു എന്ന് പറയുന്നതാണ് ശ്രദ്ധ. ചാഹത്തി ഹെ എന്താണ് തവജ്ജു ചാഹത്തെ ഹെ. അവരും ആ സാധനങ്ങളില്ലേ ആ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അല്ലെ ആഗ്രഹിക്കുന്നു. അപ്പൊ അതവിടെ കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ജസ്ബാതി തബ്ദീലി എന്താണ് ഇത് ഏതിന്റെ അർത്ഥാണത് ഇത് ഏതിന്റെ എന്താണ് നമുക്കറിയോ സിനി ഇത് ഇതിനെന്താണ് ആകെ ചെറുക്ക ഷായർ നിന്നു ദുനിയാമെ സർഫ് एक इश्क ही नहीं जो जिंदगी का सामान मुहैया कराता है और भी बहुत सारी चीजें हैं जिनसे सुकून मैसर आता है वो भी उसकी तवज्जो चाहता है എന്ന് പറയുന്നതാണ് ഇതിന്റെ അർത്ഥാണ് मोहब्बत എന്താണ് എവിടെ പോകും और भी दुख है जमाने में मोहब्बत के सिवा राहतें और भी हैं മസിൽ കി റാഹത്ത് സിവ എന്ന ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്താ ചെയ്യേണ്ടത് ആകെ ചൽക്കര ചെയ്യേണ്ട ആവശ്യമില്ല. ഷാർക്ക് ഷൂർ ആനെ ലക്താഹെ ഷാറിന് ഇത് ബോധം വരാൻ തുടങ്ങുന്നു. എന്ത് ബോധം ദുനിയാമി സിർഫ് ഏക് ഇഷ്ക് ഹി നഹി വെറും ഒരു ഇഷ്ക് മാത്രമല്ല എന്താണ് ജോ എങ്ങനത്തെ ജോ ജിന്ദഗിക്ക് സാമാൻ മുഹിയാ കരാത്ത ഹെ. പിന്നെന്തുണ്ട് ഓർ ബി ബഹുത് സാരി ചീസ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജിൻസി അതിലൂടെ നമുക്ക് എന്താവുന്നതാണ് സക്കൂൻ മയസറാത്ത നമുക്ക് എന്താവുന്ന ശാന്തി ലഭിക്കുന്നു. നമ്മുടെ ജോലി നമ്മുടെ ഡ്രീം അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹ സേവനം എല്ലാം അതിൽ പെടുന്നതാണ്. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് എന്താണ് മറ്റൊരാളെ സഹായിച്ചാലും ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിനെന്താവുന്നതിന്റെ ആശ്വാസം എന്താവുന്നതാണ് കിട്ടുന്നതാണ്. ബോബി ഉസ്കി തവജ്ജോ ചാഹത്താ ഹെ ബോബി എന്ന ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എന്തുണ്ട് ശ്രദ്ധ നീണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. ശ്രദ്ധ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ നീണ്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ അടുത്തത് അതവിടെ കഴിഞ്ഞിട്ടോ അതോടെ ആ ഉത്തരം അവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ജസ്ബാതി തബ്ദീലി ആകെ എന്താണ് ഷായർക്ക് അന്തരം എന്തുണ്ട് ഇതെന്തുകൊണ്ട് ഷായർ ഇങ്ങനെ പറയുന്നു ചോദിച്ചാല് ഷായർക്ക് അന്തരം എന്തുണ്ട് ഏക്ക് ജസ്ബാതി തബ്ദീലി വൈകാരികമായ മാറ്റം എന്ത് ചെയ്യുന്നു സംഭവിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഏത് ഈ വരി ഏത് പിന്നെ ഓർബി ദുഃഖ ജമാനമേ മുഹബ്ബത്ത് സിവ റാഹത്തെ ഓർബിഹെ വസൽ കി റാഹത്തെ സിവ എന്നുള്ളത് കേട്ടോ. ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഷായർക്ക് നസർ शायर की नजर പെട്ടെന്ന് കഴിയും. ഷായർ की नजर ഷായറിന്റെ ദൃഷ്ടി എന്ത് ചെയ്യുന്നു ജബ് अपनी महबूबा से हटकर जब अपनी महबूबा से हटकर എന്ത് ചെയ്യുന്നു मुआशरे के हालात पर पड़ती है मुआशरे के हालात पर पड़ती है तो उसकी निगाहें നിഗാഹ് എന്ന് പറയുന്നത് ദൃഷ്ടികളിലെ ഉസ്കി നിഗാഹ് എന്ത് ചെയ്യുന്നു നിഗാഹ് മസ്ലൂം പറയുന്നത് പാവപ്പെട്ട അല്ലെ ആക്രമിക്കപ്പെട്ട പീഡിതരായ മസ്ലൂം ഓർ ബേബസ് മസ്ദൂറോം पर जाकर जमती है അല്ലെ. ഷായർക്ക് നസർ ഷായറിന്റെ ദൃഷ്ടിയിലെ കവിന്റെ ദൃഷ്ടി ജബ് അപ്പിനി മഹബൂബാസെ ഹട്ടുകർ എന്താ മഹബൂബാസ് എന്ന് മാറിയിട്ട് എന്താണ് മഹബൂബനെ നിന്ന് കാമുകിൽ നിന്ന് വിട്ടിട്ട് മാറിയിട്ട് മുആശറയ്ക്ക് ഹാലാത്ത് പർ പടുത്തി ഹേത്തോ എന്താണ് സമൂഹത്തിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്തു തന്റെ ദൃഷ്ടി നിന്ന് പതിഞ്ഞപ്പോൾ പഠന എന്ന് പറഞ്ഞാൽ ചെല്ലിയപ്പോ പതിയുക. അപ്പോ ഷായർക്ക് നസർ കവിന്റെ ദൃഷ്ടി ജബ് അപ്പിനി മെഹബൂബാസെ ഹട്ട്കർ തന്റെ കാമുകിൽ നിന്ന് വിട്ടു നിന്നിട്ട് കാമുകിൽ നിന്ന് മാറി സമൂഹത്തിന്റെ അവസ്ഥയിൽ ചെന്നിട്ട് ഇത് മാറി അവിടെ എത്തിയപ്പോൾ സമൂഹത്തിന്റെ അവസ്ഥയിൽ ചെന്നിട്ട് ഇത് പതിയുമ്പോൾ എന്ത് ചെയ്യുന്നു ഉൻകി നിഗാഹൻ അദ്ദേഹത്തിന്റെ കണ്ണെന്ത് ചെയ്യുന്നു
അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? പാവപ്പെട്ട നിരാലംബരായ തൊഴിലാളികളുടെ മേൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ജമത്തിയെ തറക്കുന്നു അല്ലെ. പാവപ്പെട്ട മസ്ലൂം അതുപോലെ ബേബസ് മസ്ദൂറും എന്ത് ചെയ്യുന്നു? ജാക്കർ ജമത്തിയെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? തറക്കുന്നു അല്ലെ. കണ്ണങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ കണ്ണിങ്ങനെ നോക്കിയാൽ ഒരു സ്ഥലത്ത് ജംജാത്തിയെ അല്ലെ, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? തറക്കുന്നു. അത് അതിനാണ് പറയട്ടോ. എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? ഉनको एहसास होता है, उनको एहसास होता है, उनको एहसास होता है, അവർക്ക് എന്തെയ്യുന്നു? തോന്നുന്നു. उनको एहसास होता है कि वो एक शायर की हैसियत से उनको एहसास होता है, उनको एहसास होता है कि എന്താണ് അദ്ദേഹത്തിന് തോന്നുന്നു. उनको ये एहसास होता है, उनको ये एहसास होता है. ഇങ്ങനെ എന്തെയ്യുന്നു? एहसास होना എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോന്നുന്നു. के എന്തെന്നാൽ അടുത്ത വരി के എന്തെന്നാൽ वो एक शायर की हैसियत से इन मजबूर लोगों की आवाज बनना चाहिए. इन मजबूर ആണ് നിവർത്തിയില്ലാത്ത അല്ലെ. मजबूर लोगों की आवाज बनना चाहिए. അദ്ദേഹം എന്താ പറയണത്? പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഇപ്പൊ മാറാനില്ലേ? പിന്നെ എന്താണ്? ഷായർക്ക് നസർ ജബ് അപ്നി മെഹബൂബ സെ ഹട്ട്കർ മുആശറെ കെ ഹാലാത്ത് പർ പഡ്തി ഹൈ തോ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഉസ്കി നിഗാഹിൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മസ്ലൂം ബേബസ് മസ്ദൂറും ഇവിടെ പർവണ്ടേ. ഇതൊന്നും പറയാത്തൊന്നും. മസ്ദൂറും പർ ജാക്കർ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ജംതിയെ തറക്കുന്നു. ഉनको ये एहसास होता है, അദ്ദേഹത്തിന് എന്ത് ഇങ്ങനെ തോന്നുന്നു, ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തോന്നുന്നു, ബോധ്യം വരുന്നു. എന്താ ബോധ്യം വരുന്നത്? എന്താണ് ബോധ്യം വരുന്നത്? പിന്നെ वो एक शायर की हैसियत से അദ്ദേഹം ഒരു ഷായർ എന്ന നിലയിൽ, കവി എന്ന നിലയിൽ ഇനി മജ്ബൂർ എന്താണ് പിന്നെ നിവർത്തിയില്ലാത്ത ആളുകളുടെ ശബ്ദമായിട്ട് എന്ത് ചെയ്യണം? തീരണം. और उनकी हमदर्दी हमदर्दी ആണ് हमदर्दी सहानुभूति अല്ലേ. सहानुभूति जो अभी तक ഇതുവരെ എന്താണ്? अभी तक महबूबा के साथ थी, महबूबाന്റെ ഒപ്പമായിരുന്നു, महबूबന്റെ के साथ थी. उनकी हमदर्दी ഷായറിന്റെ സഹാനുഭൂതി. എങ്ങനത്തെ അനുഭൂതി അറിയോ? अभी तक ഇതുവരെ, ഇപ്പോഴും ഇതുവരെ എന്താണ്? ഏതൊരു മെഹബൂബാക്കെ സാത്തി, മെഹബൂബന്റെ ഒപ്പമായിരുന്നു അല്ലെ. മെഹബൂബന്റെ ഒപ്പമായിരുന്നു. ഹാക്കുമേ लितड़े हुए और खून में नहलाए हुए इन मजलूमों पर मरकूज होती है. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഷായർക്ക് ഹൈസത്തെ അദ്ദേഹം ഒരു കവി എന്ന നിലയിൽ ഇൻ മജ്ബൂർ ട്ടോ. എന്താണ് മജ്ബൂർ ആണ് നിവർത്തിയില്ലാത്ത ആളുകളുടെ പിന്നെ ശബ്ദമായി തീരണം എന്ന ബോധം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അല്ലെ. പിന്നെ അദ്ദേഹത്തിന് സഹാനുഭൂതി ജോ അബിതക് ഇപ്പോഴും മഹബൂബാന്റെ സാധ്യത അബ്തക് ട്ടോ. ഇവിടെ അബ്തക് വേണ്ടട്ടോ, സോറി, അബ്തക്. ഇതുവരെ ആരോടായിരുന്നു? മഹബൂബന്റെ ഉണ്ടായിരുന്ന ആ ഹംദർദി അദ്ദേഹം നിന്നു ഹാക്കുമേ ലിത്തടെ ഹോയെ മണ്ണിൽ പുരണ്ട, അതുപോലെ തന്നെ ഹൂൻമേ
നഹലായെ ഹോയെ രക്തത്തിൽ കുളിച്ച പിന്നെ രക്തത്തിൽ കുളിച്ച ഈ മസ്ലൂമോം പർ മർക്കൂസ് ഹോത്തിയെ ഈ പാവപ്പെട്ടവരുടെ മേലിൽ എന്ത് ചെയ്യുന്നു കേന്ദ്രീകരിക്കുന്നു. മർക്കൂസ് ഓന എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിക്കുക. അദ്ദേഹത്തിന്റെ സഹാനുഭൂതി ഇപ്പൊ എവിടെയാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്? ഈ പാവപ്പെട്ട അതുപോലെ തന്നെ രക്തത്തിൽ കുളിച്ച് നടക്കുന്ന മണ്ണിൽ പുരണ്ടു കിടക്കുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ മേലിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് ഇരിക്കുന്നത് അല്ലെ? കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഷായറിനെ ഇസ് റിവായത്ത് കോ ഇത് വളരെ ഇമ്പോർട്ടന്റ് പരീക്ഷ കേട്ടോ. നേരെ ഇമ്പോർട്ടന്റ് ചെയ്തോ, ഇങ്ങോട്ട് നേരെ വായിക്കും. ഷായറിനെ ഞാൻ ചിലപ്പോ ചിലത് വായിക്കും, ഞാൻ എഴുതിയിട്ടുണ്ടാവില്ല, ഒന്ന് ശ്രദ്ധിക്കണം. ഷായറിനെ ഇസ് റിവായത്ത് കോ എന്ത് ചെയ്തു? ഇസ് റിവായത്ത് കോ एक तिलसम बताया, एक तिलसम പറയുന്നത് മായാജാൽ അല്ലെ? तिलसम बताया है जिसके तहत इस बेचारा मजदूर तबके इस ബേച്ചാര എന്ന് പറയുന്നത് മസ്ലൂം, ബേബസ്, നിവൃത്തിയില്ലാത്ത, മജ്ബൂർ ഒക്കെ അതിന്റെ അർത്ഥം കേട്ടോ. ബേച്ചാരാണ് ബേച്ചാര മസ്ദൂർ തൊബക്ക, ബേച്ചാര മസ്ദൂർ തൊബക്ക സദിയോं से नाइंसाफी का शिकार होता आ रहा है. नाइंसाफी का नाइंसाफी अनीति, इंसाफर नीति, नाइंसाफी अनीति, नाइंसाफर अनीति ട്ടോ. शिकार होता आ रहा है എന്ന് പറഞ്ഞാലോ शिकार होता आ रहा है എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഷായറിനെ റിവായത്തുകോ ഈ പാരമ്പര്യത്തെ, ഈ ആചാരത്തെ, ഈ പാരമ്പര്യല്ലേ, ഈ പാരമ്പര്യത്തെ മൂപ്പർ എന്ത് പറഞ്ഞു? ഒരു തിൽസമാണ് മൂപ്പർ കണക്കാക്കിയിരിക്കുന്നത്. തിൽസം പറഞ്ഞ മായാജാലമായിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യുന്നത്? കണക്കാക്കിയിരിക്കുന്നത്. എങ്ങനത്തെ മായാജാലം എന്ന് പറയുക? ഈ റിവായത്ത് ജിസ്കെ താത്ത് അതിന്റെ കീഴില്, അതിന്റെ അടിസ്ഥാനത്തില് ബേച്ചാര മസ്ദൂർ തൊബക്ക ഒന്നും നിവൃത്തിയില്ലാത്ത തൊഴിലാളി വർഗം വിഭാഗം, തൊബക്കാരുടെ വിഭാഗം വർഗം സ്വദിയോസ് നൂറ്റാണ്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു? അനീതിക്ക് എന്ത് ചെയ്യുന്നു? ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഈ നൂറ്റാണ്ടുകളായിട്ട് അനീതിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആ റിവായത്തിനെ ഷായർ എന്താണ് പറയണത്? ഒരു തിൽസമാണെന്ന് മൂപ്പർ എന്ത് ചെയ്യണത്? പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഓർ ഉനെ ഓർ അതിനൊപ്പം തന്നെ ഓർ ഉനെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട തൊഴിലാളി വർഗം അല്ലെ? ഉനെ എന്ത് ചെയ്യുന്നു? ഉനെ तमाम बुनियादी सहूलत से तमाम बुनियादी सहूलतों से महरूम रखा जाता है. रखा जाता है. അവരിൽ നിന്നും എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? അനീതിക്ക് ഇരയാവുന്നു. ഇങ്ങനെ ഈ ഇരയാവുന്ന ആ സിസ്റ്റം, ആ സംവിധാനം, ആ കൺവെൻഷൻ, ആചാരല്ലേ, ആ ആചാരത്തെ ഷായർ എന്താണ് പറയണത്? एक तिलसम बताया है. ഒരു തിൽസം. എന്തുകൊണ്ട് തിൽസം എന്താണ് വിശേഷിപ്പിച്ചത്? എന്തിനാണ് ഷായർ ഇവിടെ എന്ത് ചെയ്യുന്നത്? തിൽസം എന്നതിനെ വിശേഷിപ്പിച്ച് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി എന്താ ചെയ്യേണ്ടത്? തസ്നിയെ शायर ने इस रिवायत को एक तिलसम बताया. यदि रिवायत है जिसके तहत इस बेचारा मजदूर तबका सदियों से नाइंसाफी का शिकार होता रहा है ले അത് കഴിഞ്ഞിട്ട് और उन्हें तमाम बुनियादी सहूलतों से महरूम रखा जाता है. ഇനി അടുത്തത് അവിടെ കഴിഞ്ഞിട്ടോ ഇനി ആഖിർക്കാർ അവസാനത്തെ നമ്മൾ പറയണില്ലേ ഏതാണ്? അബ്ബി ദിൽ കശ്യത് ലൗട്ട് ജാതി ഹേ ഉദർ കോ ഭി നസർ ക്യാ കീജിയെ ഇവിടെയില്ലേ? പഠിച്ചോ അതോ തസ്നി മാത്രമേ ഉള്ളൂ ഇവിടെ? ലൗട്ട് ജാതി ഹേ लौट जाती है उधर को भी नजर क्या कीजिए अब भी दिलकश तरह हुसन मगर क्या कीजिए അതിന്റെ ഉദാഹരണം പറയട്ടോ. നോക്കോ ആഖിർക്കാർ അവസാനമായിട്ട് वो अपनी नालान महबूबा को वो अपनी നാലാൻ എന്ന് പറയുന്നത് ദുഃഖം പറയുന്ന അല്ലെ, വിലപിക്കുന്ന. നാലാൻ മെഹബൂബ
को तसल्ली देते हुए कहते हैं. തസല്ലി ആണെന്നാണ് തസല്ലി ആശ്വസിപ്പിക്കുക അല്ലെ. തസല്ലി ദേത്തെ ഹുവെ ആശ്വസിപ്പിച്ചുകൊണ്ട് कहते हैं പറയുകയാണ്. എന്താ പറയണത്? कहते हैं कि तेरे ഉസ്നോ ജമാൽ എന്നാണ്. ഉസ്നോ ജമാൽ എന്നാണ് कोई कमी नहीं आई लेकिन 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 मैं इन मजदूरों को उनके हक दिलवाना चाहता हूं. उनके हक दिलवाना चाहता हूं और उन्हें इस मुसीबत ज़दा ഇടങ്ങേറ് പിടിച്ചാലേ इस मुसीबत गमज़दा പറയല്ലേ. मुसीबत ज़दा जिंदगी से नजात दिलाना പറഞ്ഞാൽ മോചിപ്പിക്കുക नजात दिलाना अपना फर्ज समझता हूं. ഫറസാണ് ഉത്തരവാദിത്തം അല്ലേ. സമझताहूं എന്താ മൂപ്പര് പറയണത്? നേരെ നോക്കുക, ഒന്നുകൂടി നോക്കോ. ആഖിർക്കാർ അവസാനമായിട്ട് ബോ അപ്പനെ നാലാൻ മഹബൂബാക്കോ തന്റെ വിലപിക്കുന്ന ഇതുവരെ ഇല്ല എന്നെ ശ്രദ്ധിക്കണില്ല, ഇപ്പൊ എന്നെ ശ്രദ്ധിക്കണില്ല എന്ന് പറയണ വിലപിക്കുന്ന പരാതി പറയുന്ന ആ കാമുകിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. തേരെ ഹുസ്നോ ജമാൽമെ കോയി കമി നെഹിയായി. ഒന്നാണ്, നിന്റെ സൗന്ദര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ലേക്കിൻ പക്ഷെ ഇൻ മസ്ദൂറോ കോയി പാവപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശം നൽകാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. और उन्हें उसी मुसीबत जिंदगी से नजात दिलाना अपना फर्ज समझता हूं. അവരെ എന്ത് ചെയ്യുന്നു? ഈ ഇടങ്ങേറ് പിടിച്ച ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കവി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം എന്നാണെന്ന് മൂപ്പര് എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. हालत ज़ार पर मुझे तरस आता है और उन्हीं के मसाइल को मौजूद सुखना इन मजलूम പറഞ്ഞാല് പാവപ്പെട്ടവരല്ലേ. മസ്ലൂമോ കഴിഞ്ഞിട്ടോ ഇനി കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൂടി വേണ്ടി വരും. ഇനി मजलूमों की हालते ज़ार पर मुझे तरस आता है. എനിക്ക് ദയ തോന്നുകയാണ്. मुझे तरस आता है എന്ന് പറയുന്നതാണ് എനിക്ക് എന്താണ്? ദയ തോന്നുകയാണ്. और उन्हीं के मसाइल को और उन्हीं के അവരുടെ ആരുടെയും പാവപ്പെട്ടവരുടെ उन्हीं के मसाइल को मौजूए सुखन बनाने का इरादा രക്താഹും എന്നാണ്. മൗസൂഅ സുഖൻ എന്ന് പറഞ്ഞാൽ കാവ്യ വിഷയം, അവരുടെ വിഷയങ്ങളെ തന്റെ കാവ്യതയുടെ വിഷയം. ഇനി തന്നെ കുറിച്ച് തന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ എനിക്ക് സമയമല്ല. ഉനീക്ക മസായിരിക്കും ഈ പാവപ്പെട്ട ആളുകളുടെ വിഷയത്തെ എന്ത് ചെയ്യണം? മൗസൂഅ സുഖൻ എന്ന് പറഞ്ഞ വിഷയമാക്കാൻ ബനാനേക്ക ഇറാദ രക്താഹും ഉദ്ദേശിക്കുന്നു.
और എന്താണ് ഈ വക്ത് കാ തക്കാസ ഭി ഹേ എന്താണ് വേണ്ട ये वक्त का അതോ സമയം ഒരുപാടായാലോ ഈ വക്ത് കാ സമയം ഒരു മണിയായിട്ടുള്ളൂ ഒരു മണിക്കൂറിലെ ഈ വക്ത് കാ തക്കാസ ബി ഹേ കൃത്യ ഒരു മണിയായിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ ഈ വക്ത് കാ തക്കാസ ബി ഹേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് इस बात की तरफ इशारा देता है कि अब शायर के अंदर एक इंकलाबी हैरत अंगेज जज्बाती तब्दीली रोनुमा हुई है हैरत अंगेज अद्भुतकरമായ हैरत अंगेज जज्बाती तब्दीली रोनुमा हुई ഇപ്പൊ ഷായറിന്റെ ഉള്ളില് ഒരു അത്ഭുതകരമായിട്ടുള്ള വൈകാരികമായ ഒരു മാറ്റം രോനുമ ഹോന അത് പുതിയ വാക്കുകാർ അല്ലെ രോനുമ ഹോന എന്ന് പറഞ്ഞാല് പിന്നെ സംഭവിക്കുക എന്നർത്ഥം രോനുമ ഹോന എന്ന് പറഞ്ഞാല് സംഭവിക്കുക കേട്ടോ ये इस बात की तरफ इशारा देता है कि अब शायर के अंदर एक हैरत अंगेज जज्बाती तब्दीली रोनुमा होती है ये वक्त का तकाजा भी है കാലഘട്ടത്തിന് ആവശ്യമാണ് ഈ इस बात की तरफ इशारा देता है ഇത് മൂപ്പര് ഇങ്ങനെ പറയണില്ലേ എന്താണ് അംബി ദിൽകശ തരാ ഹുസൈൻ മഗർ ക്യാ കീജിയെ ഇത് ഏത് ഭാഗത്തേക്ക് ഇതാക്കണം ये इस बात की तरफ इशारा देता है ഈ കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ കാര്യത്തിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു എന്തെന്നാൽ अब शायर के अंदर ഷായറിന്റെ ഉള്ളിൽ എന്തുണ്ട് एक हैरत अंगेज ഒരു എന്താണ് അത്ഭുതകരമായ അത്ഭുതം ജനിപ്പിക്കുന്ന എന്താണ് ഒരു ജസ്ബാത്തി വൈകാരികമായിട്ടുള്ള ഒരു മാറ്റം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ ഭാഗത്തേക്ക് നീ സൂചന നൽകുന്നു അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ अल्लाह रंडूरी मिनट दुनिया में उन्हें महबूबा के अलावा भी बहुत सारी चीजें नजर आने लगती है नजरअंदाज कर दिया समाज में खासतौर पर मजदूरों की हालत वाकई वालता കഴിഞ്ഞു അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഇത് പിന്നെ കുറച്ച് ദീർഘിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് ഇത് കാണണം ഒന്നും കാര്യമായിട്ടില്ല ഞാൻ എഴുതുന്നതിന് കുറച്ച് മെല്ലെ ഇതുകൊണ്ടാണ് ഇത്ര ദീർഘിച്ചത് നിങ്ങൾ നേരത്തിൽ കാണണം കണ്ട് മനസ്സിലാക്കണം ഏതെങ്കിലും വാക്കുകൾ കിട്ടാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം നോട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഖുദാ ഹാഫിസ് അസ്സലാം